ഓക്കെ, ഇനി ഇതെൻ്റെ ഒബ്സർവേഷൻ്റെ കുഴപ്പമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക. മൈൻക്രാഫ്റ്റ് വൈബ്രൻ്റ് വ്യൂഷിലിട്ട് കളിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള ഫ്രെയിം ഡ്രോപ്പും ഹീറ്റിംഗ് ഇഷ്യൂ അതേപോലെ സ്റ്റക്ക് വരാറുണ്ട്. അത് 2 സെക്കൻഡ് നേരത്തേക്കൊക്കെ ഭയങ്കരമായിട്ട് സ്റ്റക്കാണ് നിൽക്കുക. അത് ഭയങ്കര പ്രശ്നമാണ്. നമ്മളൊരു ഗെയിം പ്ലേയിൽ വളരെ എന്താ പറയുക, അനോയിങ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ സ്റ്റക്കൊക്കെ വരിക എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ വൈബ്രൻ്റ് വ്യൂഷിൽ ഇപ്പോഴും ഒരു ഒപ്റ്റിമൈസ് ചെയ്യാത്തതിൻ്റെ കുഴപ്പമാണ് ഇതെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കുറച്ച് ഫ്രണ്ട്സും പിന്നെ യൂട്യൂബിൽ നിന്നും കുറച്ച് പേര് പറഞ്ഞതാണ്, ബ്രോ അത് ഫോണിൻ്റെ കുഴപ്പമാണ്, അല്ലാതെ മൈൻക്രാഫ്റ്റിൻ്റെ ഒപ്റ്റിമൈസേഷൻ കുറവല്ല, അതൊക്കെ കിടിലാണ് ബ്രോ, എൻ്റെ ഫോൺ പോരാ, ഒന്നെങ്കിൽ ഫോൺ മാറ്റി നോക്കുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഫോണിന് ഭയങ്കരമായിട്ട് പറഞ്ഞു. ഓക്കെ, BGMI നമ്മൾ പണ്ടൊട്ട് കാണുന്നൊരു ട്രോളാണ്. പബ്ജി കളിക്കുകയാണെങ്കിൽ നമ്മൾ ഫ്രീസറിൽ കൊണ്ടുപോയി ഫോൺ വെക്കേണ്ടി വരും. അപ്പോൾ അത്രത്തോളം ഹീറ്റും സംഭവങ്ങളൊക്കെ വരുന്ന ഒരു ഗെയിമാണ് BGMI എന്നുള്ള പറയാറുണ്ട്, ട്രോളൊക്കെ ഉണ്ടല്ലോ. ഞാനിന്ന് BGMI കളിക്കാൻ പോവുകയാണ് 30 മിനിറ്റ്, അതും HDR-ഇലിട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഞാൻ സാധാരണ HD-യിൽ ഇട്ടിട്ടാണ് കളിക്കാറുള്ളത്, പക്ഷേ ഇന്ന് നമുക്ക് HDR തന്നെ ഇടാം. കൂടുതൽ കിടക്കട്ടെ, HDR എക്സ്ട്രീമിലാണ് കിടക്കുന്നത്. സോ ഇനി നമുക്ക് കളിച്ച് നോക്കാം. അപ്പോൾ ഞാൻ ഏകദേശം അരമണിക്കൂറോളം BGMI കളിച്ചിട്ടുണ്ട്. HDR എക്സ്ട്രീമിലിട്ടിട്ടാണ് കളിക്കുന്നത്. മൈൻക്രാഫ്റ്റിൽ ഞാൻ വൈബ്രൻ്റ് വ്യൂഷലിൻ്റെ സെറ്റിങ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ വളരെ ലോയിലാണ് ഇട്ട് വയ്ക്കുന്നത്. റെസൊല്യൂഷൻ മാത്രമാണ് നേറ്റീവിൽ കിടക്കുന്നത്, ബാക്കിയൊക്കെ ലോയിലാണ് ഇട്ടേക്കുന്നത്. കാരണം ഇതിലെ ലാഗ് ഹീറ്റൊന്നും കൂടണ്ട എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഏകദേശം 20 മിനിറ്റ് മൈൻക്രാഫ്റ്റ് കളിച്ചപ്പോൾ എനിക്ക് ഉണ്ടായത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 44 ഡിഗ്രി സെൽഷ്യസിലോട്ടാണ് എത്തിയത്. അപ്പോൾ അത്രത്തോളം ഫോൺ ചൂടായി. നമുക്ക് ഫോൺ കയ്യിലെടുക്കുമ്പോൾ തന്നെ അറിയാം അത് പൊട്ടിത്തെറിക്കുമെന്ന് വരെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത്രയും ഹീറ്റ് ഇതായിട്ടുണ്ട്. ഇനി ഞാൻ ഏകദേശം എന്താ പറയുക 30 മിനിറ്റ് BGMI കളിച്ചിട്ട് എനിക്ക് ഉണ്ടായ ഒരു ഹീറ്റിംഗ് എന്ന് പറയുന്നത് ഏകദേശം 39 ഡിഗ്രി സെൽഷ്യസ് ആണ് വന്നിട്ടുള്ളത്. മൈൻക്രാഫ്റ്റ് കളിക്കുന്ന എല്ലാവർക്കും അറിയാം ഈ വൈബ്രൻ്റ് വ്യൂഷലിനേക്കാളും കിടിലനായിട്ടുള്ള ഷെയ്ഡർ എന്താ മൈൻക്രാഫ്റ്റിൽ ഉണ്ടായിരുന്നു. അത് നൈസായിട്ട് പോകുമ്പോൾ ഒഴിവാക്കിയിട്ടാണ് ഈ വൈബ്രൻ്റ് വ്യൂഷലിൽ നല്ല സാധനം കൊണ്ടുവന്നത്. ഒരു കാര്യമില്ലാതെ ഒരു ഒപ്റ്റിമൈസ് ഒന്നും ചെയ്യാതെ ചുമ്മാ അത് അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ഇത്ര ഡിലേ എടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് ഇനി ഒപ്റ്റിമൈസേഷൻ ചെയ്യുന്നതാണോ അതോ ഇതാണോ ഫൈനൽ? ഇത്ര ഹീറ്റോട് കൂടി നമ്മൾ ഗെയിം കളിക്കണം. ഇത് ഏത് ഫോണിലിട്ട് കളിക്കും? 4 ഫാൻ വെക്കേണ്ടി വരുമല്ലോ ഇത് കളിക്കണം എന്നുണ്ടെങ്കിൽ. ഇത് ഈ സാധനം നിങ്ങൾ ഓണാക്കി കളിക്കണം എന്ന് പോലും ഇല്ല. നിങ്ങൾ ജസ്റ്റ് ഇത് ഓണാക്കിയിട്ട് എന്താ പറയുക, ഹോം സ്ക്രീനിൽ നിന്നാൽ മതി മൈൻക്രാഫ്റ്റിൻ്റെ. അത് നിന്നാൽ തന്നെ വെറുതെ ഹീറ്റായിക്കൊണ്ടിരിക്കും. എന്താ അത്? അതെന്ത് ലോജിക്കാത്? ഗെയിം കളിച്ചിട്ട് ഹീറ്റ് ആവണമെങ്കിൽ ഓക്കെ, കളിക്കുക പോലും ചെയ്യാതെ ഹീറ്റ് ആവുന്നില്ല. എന്താ മൈൻക്രാഫ്റ്റ് ഇങ്ങനെ? അപ്പോൾ അതാണ് ഒരു ഗെയിമർ എന്ന രീതിയിൽ എനിക്ക് പറയാനായിട്ടുള്ളത്. ഇനി നിങ്ങൾ പറയാത് മൈൻക്രാഫ്റ്റിൻ്റെ കുഴപ്പമാണോ അതോ എൻ്റെ ഫോണിൻ്റെ കുഴപ്പമാണോ എന്നുള്ളത്. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.